Hi everyone, this is your Minimalist Malayali and welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നതിനും നമ്മുടെ വീട്ടിൽ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ വീട് നമ്മളെപ്പോലെ തന്നെ ഹാപ്പി ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ വീട് ഹാപ്പി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വീട്ടിലുള്ളവരും ആ വീട്ടിലേക്ക് വന്നു കയറുന്നവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും. നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ ആദ്യമായിട്ട് വരുമ്പോൾ, ഒരു അതിഥി വരുമ്പോൾ അവർ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ എൻട്രൻസും അതുപോലെ തന്നെ നമ്മളുടെ വീട് എങ്ങനെ സ്മെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോ വ്യക്തിക്കും ഓരോ സ്മെല്ലുള്ളതുപോലെ തന്നെ നമ്മളുടെ വീടുകൾക്കും ഒരു സ്മെല്ലുണ്ട്, ഒരു മണമുണ്ട്. ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നല്ല സുഗന്ധമുള്ള സ്ഥലങ്ങളിൽ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ലക്ഷ്മി വാസം ഉണ്ടാവുമെന്ന് ഹിന്ദു വിശ്വാസപ്രകാരം പറയും. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഇഷ്ടം സുഗന്ധ നിറഞ്ഞ സ്ഥലങ്ങളാണെന്ന് പറയും. അതേസമയം നമ്മുടെ വീട്ടിൽ ദുർഗന്ധമാണ് ഉള്ളതെങ്കിൽ നമ്മളുടെ വീട്ടിലൊരു നെഗറ്റീവ് എനർജി, നെഗറ്റീവ് പ്രസൻസ് ഉണ്ടാവുമെന്നും പറയും. അപ്പം നമ്മുടെ വീട് ഒരു പോസിറ്റീവ് പ്ലേസ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടും ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ്. ഒന്നാമത്തേത്, നമ്മുടെ വീടുകളിൽ ദീപം തെളിയിക്കാം. അത് നിലവിളക്കായിക്കോട്ടെ, അതുമല്ലെങ്കിൽ മൺചിരാതുകളായിക്കോട്ടെ. ദീപം തെളിയിക്കുമ്പോൾ ലൈറ്റ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക എനർജി ഉണ്ട്. നമ്മൾ ഒരു ദീപം തെളിയിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഹീറ്റ് എനർജിയും ലൈറ്റും അതുപോലെ തന്നെ പ്രകാശവും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ വീടിനൊരു വൈബ്രേഷൻ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വൈബ്രേഷൻസിൽ ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും സിമ്പിളായിട്ട്, ഇത് വളരെ സിമ്പിളാണല്ലോ. വളരെ സിമ്പിളാണ്. എന്നും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു ചിരാതെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ഉമ്മർത്ത് തിരിവെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വൈകിട്ട് സന്ധ്യയ്ക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു ചിരാതെങ്കിലും കത്തിക്കുക. അത് നമ്മളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അതുകൂടാതെ തിരി കത്തിക്കുമ്പോൾ നെയ്യ് ചേർത്തിട്ട് തിരി കത്തിക്കുകയാണെങ്കിൽ അത് തിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലും, നല്ല നെയ്യ് ചേർത്ത് ഒരു നേരമെങ്കിലും നിങ്ങൾ തിരി കത്തിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന സ്മെല്ല് വളരെ നല്ലതായിരിക്കും. നമ്മളുടെ വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജി കളയാനായിട്ട് നമ്മൾക്ക് സഹായിക്കുന്ന വേറൊരു ടിപ്പെന്ന് പറയുന്നത്, നമ്മളൊരു പാത്രത്തിൽ കർപ്പൂരം, അതുപോലെ തന്നെ ബേ ലീവ്സ്, നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാനുള്ള ആ ഇലയില്ലേ, ബിരിയാണി ഇല, ബേ ലീവ്സ്, 2-3 കറുകപ്പട്ട, അതുകൂടാതെ ആര്യവേപ്പിൻ്റെ ഇല. ഇത് എല്ലാ വെള്ളിയാഴ്ചകളോ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഫിക്സഡ് ആയിട്ട് വയ്ക്കുക. ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ കത്തിക്കുകയാണെങ്കിൽ വളരെ പവർഫുള്ളായിട്ടും വളരെ ഭംഗിയായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ വീട്ടിൽ ഒരു ഡിവൈൻ എനർജി അല്ലെങ്കിൽ ഡിവൈൻ സ്മെല്ല് എപ്പോഴും ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് സാമ്പ്രാണി കത്തിക്കുക അല്ലെങ്കിൽ അഷ്ടഗന്ധം കത്തിക്കുക. നമുക്ക് അങ്ങാടി കടകളിലോ അല്ലെങ്കിൽ പൂജാ കടകളിലൊക്കെ കിട്ടുന്ന സാമ്പ്രാണി കത്തിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. അത് നല്ല പുക മാത്രമുള്ളതല്ല, നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ളത്. നമുക്ക് 20 രൂപയ്ക്ക് ഒക്കെ 20 കോൺ, ഒരു കോണിന് 1 രൂപ എന്ന് നല്ല രീതിയിൽ നമുക്ക് പൂജാ കടകളിൽ കിട്ടും. പല ഫ്ലേവേഴ്സിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചന്ദനത്തിൻ്റെ ആയിരിക്കാം, അതല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ ആയിരിക്കാം, പല മണത്തിലുള്ള സാമ്പ്രാണികൾ ലഭ്യമാണ്. അത് നമ്മൾ പൂജാ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആമസോണിലായാലും നമുക്കത് കിട്ടും. ഇനി നമ്മൾക്ക് ഒരു ജവ്വാദ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞാനൊരു ദിവസം ഇതുപോലെ തന്നെ സാമ്പ്രാണി വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ പൂജക്കടയിൽ നിൽക്കുന്ന ചേച്ചിയാണ് പറഞ്ഞത്, മോളെ ഇതൊന്ന് കൊണ്ടുപോയി നോക്ക്, ഇതും നല്ല സ്മെല്ലുള്ള സാധനമാണ്. ഇത് വെച്ച് നമ്മളുടെ വീട്ടിലെ നമ്മളുടെ പൂജാ കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുങ്കുമത്തിലോ അല്ലെങ്കിൽ മഞ്ഞളിലോ ചേർത്ത് ഭഗവാന് പൊട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ വയ്ക്കുക, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ പൂക്കൾ പാത്രത്തിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഒന്ന് കലക്കി നോക്ക്, നല്ല സ്മെല്ലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചില സമയത്ത് ഞാൻ അതിന് ബാക്കി വരുന്നത് എൻ്റെ ഡ്രസ്സുമ്മ തേച്ച് വയ്ക്കും. നല്ലൊരു സ്മെല്ല് നമ്മുടെ ബോഡിക്ക് കിട്ടും. നമ്മൾ സെൻറ്റ് യൂസ് ചെയ്തതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ജവ്വാദ് എന്ന് പറയുന്ന സാധനം എൻ്റെ കയ്യിലുള്ളത്, ഇപ്പോൾ ഉള്ളത് ഒരു പേസ്റ്റ് പോലത്തെ ഒരു കുഞ്ഞ് ഡബ്ബിയാണ്. ഇതിൻ്റെ പൊടിയും കിട്ടും. ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൺപാത്രത്തിൽ അല്ലെങ്കിൽ വീട്ടിലൊരു ചെറിയ പാത്രത്തിൽ എപ്പോഴും വെള്ളം നിറച്ച് ആ വെള്ളത്തിൽ നമ്മൾ പൂക്കളിട്ട് വയ്ക്കും.
അതും നമ്മുടെ വീടുകളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പാത്രത്തിൽ ഇത് വെക്കുമ്പോൾ അതിലൊരു ഒരു ഇച്ചിരി എടുത്തിട്ട് അതിൽ കലക്കിയിട്ട് ഈ ജവ്വാദിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ പേസ്റ്റ് പോലത്തെ സംഭവം കലക്കും. അതിന് മുകളിൽ വീട്ടിൽ ഉമ്മറത്തുള്ള പൂക്കൾ ഏതാണോ അത് പറിച്ചിടും. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ചെണ്ടുമല്ലിപ്പൂവ് വാങ്ങിച്ച് ഭഗവാൻ അർപ്പിക്കാറുണ്ട്. അപ്പോൾ അതോ റോസാപ്പൂവോ എന്താണോ എൻ്റെ കയ്യിലുള്ളത് അത് നല്ല വൃത്തിയുള്ള ഫ്ലവേഴ്സ് അത് വയ്ക്കും. അത് പൂജാമുറിയിലോ അല്ലെങ്കിൽ മക്കൾ എഴുന്നേൽക്കുന്നത് വരെ ഉമ്മറത്ത് വയ്ക്കും. കാരണം കുഞ്ഞു കുട്ടികളാണ്, അവരത് തട്ടി താഴെ ഇടാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ഉമ്മറത്തോ നിങ്ങളുടെ പൂജാമുറികളിലോ വയ്ക്കാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മളുടെ വീടിനെ എനർജൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ നമ്മളുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്തൊക്കെ മഞ്ഞളും കുങ്കുമം കൊണ്ട് വെള്ളം കലക്കി തെളിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് സഹായിക്കുന്നതാണ്. നിങ്ങളുടെ വീട് ഏറ്റവും പോസിറ്റീവായിട്ടും ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ സമയാസമയം ഡീക്ലട്ടർ ചെയ്യുക. അതായത് ഡീക്ലട്ടർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, പൊട്ടിയതും പഴകിയതും ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് പുറത്ത് കളയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്ടിലും സംക്രാന്തിക്കും മാത്രം ചെയ്താൽ പോരാ, ടൈം ടു ടൈം അത് നമ്മളൊരു ഫിക്സഡ് ഷെഡ്യൂൾ വയ്ക്കും. ഇപ്പോൾ വർക്കിംഗ് ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. അപ്പോൾ ഡെയിലി ഒരു 5 മിനിറ്റ്സ് ഇത് കാണുമ്പോൾ ഇതിനി ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് കുറേ നാളായില്ലേ ഇങ്ങനെ കിടക്കുന്നു, എന്തിനാ ഇങ്ങനെ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പുറത്തെങ്കിലും കൊണ്ടുവയ്ക്കാം. കാരണം നിങ്ങളുടെ വീടിനും ശ്വസിക്കാൻ വായു വേണം, സ്പേസ് വേണം. നമ്മൾ ഒരുപാട് ഡ്രസ്സ് ഇട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമുക്കൊന്നും ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എങ്ങനെയുണ്ടാവും? അതുപോലെ തന്നെ നമ്മുടെ വീടിനും ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫർണിച്ചേഴ്സ് ഉണ്ടാകും, പക്ഷേ അതൊന്നും ആ പ്ലേസിന് പറ്റിയതായിരിക്കില്ല. അതായത് ഇവരുടെയൊക്കെ വീട്ടിൽ കണ്ടതോ യൂട്യൂബിൽ കണ്ടതോ റീൽസിൽ കണ്ടതോ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ ഭംഗിയുള്ള സാധനങ്ങൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാത്തതുകൊണ്ട് അതൊരു ക്ലട്ടറായിട്ട് മാറിയിട്ടുണ്ടാകും. ഒരുപാട് കൂട്ടത്തിൽ കുറേ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ വീടിനെ ടൈം ടു ടൈം ഡീക്ലട്ടർ ചെയ്യുക. നമ്മൾക്ക് പാകമാവാത്ത ഡ്രസ്സുകൾ അത് ആർക്കെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്യാം. അലമാരിൽ ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ടാവും, പക്ഷേ പറയും എനിക്കിടാൻ പറ്റിയ രീതിയിലൊന്നുമില്ല എന്ന്. അപ്പം നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യുക. നമ്മളുടെ കുട്ടികളുടെ ഡ്രസ്സുകളായിക്കോട്ടെ, അവർ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കും. അപ്പോൾ പഴയത് ചിലപ്പോൾ ഒരു മാസമുള്ളപ്പോൾ 2 മാസമുള്ള ഡ്രസ്സുകൾ വരെ ഇപ്പോഴും അലമാരിൽ ഇരിക്കുന്നുണ്ടാവും. അത് നമുക്ക് വേണ്ടതെങ്കിൽ മറ്റുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യുക, അത് ആവശ്യമുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അത് ഡീക്ലട്ടർ ചെയ്ത് കളയുക. അപ്പം നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ താമസിക്കുന്ന ഓരോ മെമ്പേഴ്സിൻ്റെയും മെൻറ്റാലിറ്റിയാണ്. കണ്ണി കണ്ടതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ ഡംപ് ചെയ്യരുത്. ഇത് നമ്മുടെ ഡംപിങ് പ്ലേസ് അല്ല, നമ്മളുടെ വീടാണ് എന്നൊരു ചിന്തയും കൂടി നമ്മളെല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.